ടിക്കറ്റ് ഫിനാലെയുടെ ബോണസ് പോയിന്റിനുള്ള ടാസ്കുകളെല്ലാം അവസാനിച്ചു. 9 ടാസ്കുകളാണ് ഉണ്ടായിരുന്നത്. വിജയിച്ചത് നെക്സ്റ്റ് ടീം ആയിരുന്നു 21 പോയിന്റുകളോടെ. പക്ഷേ ഇതിൽ വ്യക്തിഗത മത്സരമായതുകൊണ്ട് ഒരാൾക്ക് മാത്രമേ പോയിന്റ് കിട്ടൂ എന്നുള്ളതുകൊണ്ട് നിങ്ങളിൽ 4 പേരിൽ ആർക്കാണ് പോയിന്റ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്നാണ് ബിഗ് ബോസ് നെക്സ്റ്റ് ടീമിനോട് പറഞ്ഞത്. നെക്സ്റ്റ് ടീമിൽ വരുന്നത് അർജുൻ, ജാസ്മിൻ, ഋഷി, അഭിഷേക് എന്നിങ്ങനെ 4 പേരാണ് വരുന്നത്. സത്യത്തിൽ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിവിടാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. 4 പേരും കഷ്ടപ്പെട്ട് നേടിയ പോയിന്റാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ടൊന്നും സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നമ്മൾ തന്നെ ആലോചിച്ചൊരു തീരുമാനമെടുക്കുക എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ അർജുൻ ഫസ്റ്റ് തന്നെ ചോദിച്ച ചോദ്യം അവിടെ ടോപ്പ് 5-ൽ വരും എന്ന് കോൺഫിഡൻസ് ഉള്ളത് ആർക്കാണ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഋഷി പറഞ്ഞു എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് വരുന്നത്. അഭിഷേക് പറഞ്ഞു എനിക്കും കോൺഫിഡൻസ് ഉണ്ട്. ജാസ്മിൻ പറഞ്ഞു എനിക്കും കോൺഫിഡൻസ് ഉണ്ട് ടോപ്പ് 5-ൽ വരും എന്നുള്ളത്. അപ്പോൾ അർജുൻ പറഞ്ഞു എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എങ്കിൽ പിന്നെ എനിക്ക് ആ പോയിന്റ് ഇങ്ങോട്ട് തന്നോളൂ എന്ന് അർജുൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഋഷി ആകെ കൺഫ്യൂഷനായിട്ട് സത്യത്തിൽ നിനക്ക് ശരിക്കും കോൺഫിഡൻസ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അർജുൻ്റെ ഒരു കള്ള ചിരിയുണ്ട്. ആ കള്ള ചിരി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇല്ല എനിക്ക് കോൺഫിഡൻസ് ഇല്ല, അപ്പം നിങ്ങൾ എനിക്ക് തന്നോളൂ, കോൺഫിഡൻസ് ഇല്ലാത്ത എനിക്ക് ആ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എല്ലാവരും കൂടി അർജുൻ ഒന്ന് തേച്ചൊട്ടിച്ചത് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്ക് ഞങ്ങൾ എന്തിനീ പോയിന്റ് തരണം, ഈ ആഴ്ച ഔട്ടായി പോയി കഴിഞ്ഞാൽ പോയിന്റ് വേസ്റ്റ് ആയി പോയില്ലേ, അപ്പോൾ പിന്നെ അത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അർജുൻ അവിടെ കിടന്ന് ഒന്നുരുളി. പിന്നീട് അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ അവിടെ പറയുന്നുണ്ടായിരുന്നു, അർജുൻ പറഞ്ഞു ഈ പോയിന്റ് എനിക്ക് തരാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ടീമിലുള്ള ആർക്കാണെന്നുണ്ടെങ്കിലും ഞാനത് ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഒപ്പം എത്തിക്കാനായിട്ട് ഞാൻ നോക്കാം എന്നുള്ളൊരു പോയിന്റ് പറയുന്നുണ്ടായിരുന്നു. അത് അഭിഷേകും പറഞ്ഞു അങ്ങനെ ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗെയിം വിട്ട് തന്നുകൊണ്ട് മറ്റാൾക്ക് പോയിന്റ് കൊടുക്കാനായിട്ട് ഞാൻ നോക്കാമെന്ന് അഭിഷേകും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലായ്പ്പോഴും നടക്കുന്ന പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് ജാസ്മിൻ പറഞ്ഞു. ബാക്കിയുള്ള മത്സരാർത്ഥികൾ അവിടെ ഉണ്ടല്ലോ, അവർ മത്സരിക്കാനുള്ളതല്ലേ. അപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് കാര്യമല്ലാത്തതുകൊണ്ട് ഇവിടെ നമ്മളിൽ ഒരാൾക്ക് ഈ പോയിന്റ് കിട്ടിയേ തീരൂ എന്നൊരു കാര്യം വന്നു. അപ്പോൾ നമുക്കല്ലാതെ നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി ആർക്ക് നൽകുമെന്നൊരു ചോദ്യമാണ് അവിടെ വന്നത്. അഭിഷേക് പറഞ്ഞു അവിടെ ഋഷിനെയാണ് സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് പറയുന്നത്, ഋഷിക്ക് പോയിന്റ് കൊടുക്കാമെന്ന്. അപ്പോൾ അർജുൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സെക്കൻഡ് പ്രയോറിറ്റി ജാസ്മിൻ ആണ് എന്നുള്ളത്. ജാസ്മിൻ പറഞ്ഞു എൻ്റെ സെക്കൻഡ് പ്രയോറിറ്റി അർജുൻ ആണ് എന്നുള്ളത്. പക്ഷെ അപ്പോഴേക്കും ബിഗ് ബോസ് പറഞ്ഞു ഇനി വെറും 3 മിനിറ്റുകളേ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം എന്നുള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞു നിങ്ങൾ ആരും വിട്ടു തരില്ല എന്നുള്ളത് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നു, എനിക്ക് പോയിന്റ് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പിന്നെ ബാക്കി 3 പേരാണുള്ളത്. അപ്പോൾ അർജുൻ ചോദിച്ചു നീ ഉറപ്പാണോ പിന്മാറുന്നു എന്നുള്ളത് ഉറപ്പാണോ എന്ന് ജാസ്മിനോട് ചോദിച്ചു. അപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ എടുത്ത വഴിക്ക് അവിടെ അർജുൻ പറഞ്ഞു എങ്കിൽ പിന്നെ എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവിടെ ഋഷിയാണ്, ഞാൻ ഋഷിക്ക് കൊടുക്കുന്നു എന്ന് അവിടെ പറഞ്ഞു. അപ്പോൾ അഭിഷേക് ഓൾറെഡി ഋഷിക്ക് അത് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അർജുനും കൂടി ഋഷിയുടെ പേര് പറഞ്ഞതോടുകൂടി അപ്പോഴേക്കും ടൈം ഏകദേശം അവസാനിച്ചു. നിങ്ങൾ ആളെ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു. ഋഷിക്ക് പോയിന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഋഷിക്ക് പോയിന്റ് കൊടുക്കുമായിരുന്നു. അതിനുശേഷം പുറത്തു വന്നതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് ജിൻഡോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കളിച്ച ഗെയിം അപാര ഗെയിമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ ഋഷിക്ക് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തിട്ട് അവിടെ ടോപ്പ് 5-ൽ വന്നില്ല എന്നുണ്ടെങ്കിൽ, ടിക്കറ്റ് ഫിനാലെ തോൽക്കാണ് ഋഷി സംഭവിക്കുന്നതെങ്കിൽ ഋഷിക്ക് ടോപ്പ് 5-ൽ വരാൻ സാധിക്കില്ല, അതാണ് അവിടുത്തെ ഗെയിം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു.